ഹായ് നമസ്കാരം, വിനായക്കാണ്. നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു KPIs കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് റവന്യൂ KPI. എന്താണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇഫ് റവന്യൂ ഇസ് നോട്ട് ഗ്രോയിങ്, അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പൈസ വന്നു കഴിഞ്ഞാൽ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും എന്റർപ്രണേഴ്സ് ഫോക്കസ് ചെയ്യുന്നതും അവരുടെ റവന്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ. ഈ ടോട്ടൽ റവന്യൂ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ വേഴ്സസ് ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇന്നതാണ് 10 ലക്ഷം ടാർഗറ്റ്. അതിൽ 8 ലക്ഷം എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 8 ലക്ഷം. ഇപ്പൊ എഗൈൻ 20% അവിടെ എന്താണ് കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പെർസെന്റേജ് എടുക്കാം. അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്ത് റേറ്റ്, അത് മന്ത് ഓൺ മന്ത് എടുക്കാം, ക്വാർട്ടർലി എടുക്കാം, 3 മാസം കൂടുമ്പോൾ, അതുപോലെ ഇയർലി എടുക്കാം, ഹാഫ് ഇയർലി എടുക്കാം. ഇങ്ങനെ നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ ടിക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റോ സർവീസസിന്റെ സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്, പ്രൈസ് ആണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ്സ് വന്നിരിക്കുന്നത്, പല പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നോക്കാം. അതുപോലെ റവന്യൂ പെർ പേഴ്സൺ അല്ലെങ്കിൽ പെർ സെയിൽസ് പേഴ്സൺ. അപ്പൊ സെയിൽസ് പേഴ്സൺ ഒരു ആൾ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻസെന്റീവ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി നേരത്തെ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ റെക്കറിംഗ് ബിസിനസ് ഉണ്ടാവും, ദാറ്റ് ഈസ് റെക്കറിംഗ് റവന്യൂ. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നെറ്റ് റവന്യൂ എത്രയാണ്, അതായത് ഈ മാസം അല്ലെങ്കിൽ ന്യൂ റവന്യൂ, ഈ മാസം വന്നിട്ടുള്ള റവന്യൂ എത്രയാണ്. അതുപോലെ പ്രീവിയസ്ലി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ ആണെങ്കിൽ അടുത്ത മാസം വീണ്ടും വരാൻ സാധ്യതയുള്ള റെക്കറിംഗ് റവന്യൂ എത്രയാണ്. അങ്ങനെ ഇതിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ KPI മെഷറബിൾ ചെയ്യുന്ന മെത്തേഡാണ് റവന്യൂ KPI എന്ന് പറയുന്നത്.